കേരളത്തിലെ ഇപ്പോഴത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ ഓണാഘോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണാഘോഷത്തിൽ ഉണ്ടായിരുന്നു. അതിഗംഭീരമായ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നത്. ഇവിടെ കേരളത്തിൽ അതെല്ലാം ചുരുങ്ങി ടിവിയുടെ മുന്നിലോട്ട് ബാധിക്കുകയാണ്. കലാപരിപാടികളെല്ലാം അവിടെ മോശമായി. ഇപ്പം പ്രവാസി മലയാളികളാണ് ഏറ്റവും വൻപിച്ച രീതിയിൽ നല്ല രീതിയിൽ ആഘോഷങ്ങൾ നമ്മുടെ ദേശീയോത്സവമായ ഓണവും അതുപോലെ വിഷുവാഘോഷവും നല്ലപോലെ നടന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ പത്രത്തിലും മറ്റു വാർത്തകൾ കണ്ടു. അതുപോലെ ദൃശ്യമാധ്യമത്തിൽ കൂടി കണ്ടു. അവിടെ 50 ടൺ 60 ടൺ പച്ചക്കറികളും പുഷ്പങ്ങളും ഗൾഫിലേക്ക് കയറ്റി അയക്കുന്നത് അത് 120 125 ടണ്ണായി മാറി. കാരണം അവിടുത്തെ ആഘോഷം, ഈ വിഷുവാഘോഷം വളരെ ഗംഭീരമായി നല്ല രീതിയിൽ കേരളത്തിലേക്കാളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികൾ ഓണം അതുപോലെ വിഷു നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ അന്തസത്ത വിട്ടുകൊണ്ട്, അതിന്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ വിജയത്തിനും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ വിഷുവിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ആത്മീയമായും അതുപോലെ മുതിർന്നവരുടെ അറിവുകളെ, കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളെ, കുടുംബത്തിലെ മറ്റാളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും സമൃദ്ധിയും വളരെ വികസിത രാഷ്ട്രമായി മാറും. അതിന് പ്രവാസി മലയാളികളുടെ ഒരുപാട് സഹായങ്ങൾ നമുക്കുണ്ട്. എങ്കിൽ തന്നെയും ഇനിയും ഇതുപോലുള്ള കലാപരിപാടികൾ നമ്മുടെ രാജ്യത്തെ ഓർക്കത്തക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം. എനിക്ക് ഇവിടെ ഈ 2 വാക്ക് പറയുന്നതിന് അവസരമുണ്ടാക്കി തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള യൂത്ത് അസോസിയേഷൻ